നമസ്കാരമുണ്ട് സാറേ. നീ ആരാ? ജോയ്, പാമ്പ് ജോയ്. നടക്കുകയല്ല സാറേ, അവന്മാര് പുറത്തുനിന്ന് പൂട്ടിയേക്കുവാ. ആരെങ്കിലും ഉണ്ടോ? കരടി. ആരാടാ വാതിലേക്ക് കിടന്നടിക്കുന്നേ? ആരൊന്നും ഞാൻ നോക്കത്തില്ല. കുത്തിവെച്ച് ബോലം കടത്തി കളയും. മര്യാദ കിടന്ന് ഉറങ്ങിക്കോണം കേട്ടറാ. വലിയ വേളമൊന്നും വെക്കാതിരിക്കുന്ന സാറേ നല്ലത്. ഒരു അരിവപ്പുകാരൻ കുടീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഷോ കാണിച്ചതിന് ഒറ്റയ്ക്ക് പൂട്ടിയിട്ടേക്കുവാ. ഇവിടെ പെട്ടാലേ അടിവിലിനാ തെലി വീണതുപോലെ. വേദനിച്ചായിരുന്നോ? പോയി. കരടി വന്നാലേ കുത്തി നോക്കും. പേരെന്നാ? എന്ത് പേരെന്നാ? പ്രൊഫസർ ബാബു ജോസഫ്. പതിയെ മാറിക്കോളും. വന്നപ്പോ ഞാൻ ലാൽ ബഹദൂർ ശാസ്ത്രി എന്നാ പറഞ്ഞു. ഇന്ന് ആർക്കാ സാറേ കുത്തിവെപ്പ്? ഇന്ന് ആർക്കും ഇല്ല. എടാ എന്നെ ഒന്ന് തുറന്നുവിടറാ. ഞെട്ടില്ല വട്ടയില്ല എന്നാന്ന് പറ, തുറന്നു വിടാം. പപ്പടം. പപ്പടം ഇപ്പൊ തുറന്നു വിടാം. ഡാടാ ഒന്ന് തുറന്നുവിടറാ. ഞാൻ പപ്പടം എന്ന് പറഞ്ഞാലടാ. കുത്തിവെച്ച് ബോലം കടത്തില്ല കേട്ടറാ. മൂത്ര ചികിത്സയാ സാറേ. പണ്ടൊരു പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്യുമായിരുന്നു. എനിക്ക് ഇച്ചിരി മൂത്ര ചികിത്സ വേണം. അത് ഞാൻ എങ്ങനെ യേശു വെള്ളം മീഞ്ഞാക്കിയതേ ഉള്ളൂ. നീ എങ്ങനെയാ ഈ മൂത്രം മതിയാക്കുന്നത്? ഭയങ്കര ടെക്നിക്കാ സാർ, ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ വെച്ച് കെട്ടി വേണ്ടപ്പം സാധനം റെഡി. ശരിക്കും നിന്റെ പണി എന്നതാ? ഓ, ഇന്ന പണിയൊന്നും ഇല്ല സാറേ. ഡ്രൈവിംഗ് അറിയാം, വെൽഡിംഗ് അറിയാം, പ്ലംബിംഗ് അറിയാം, പാചകം അറിയാം. റബ്ബർ വെട്ടും, കിണർ തേക്കും, പശുവിനെ കറക്കും, ബ്ലാക്ക് ടിക്കറ്റ് വെക്കും. പക്ഷെ ഈ കള്ളുകൂടി കാരണം ഒന്നേലും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ജാക്കി ഞാനല്ല സാറേ, അത് നമ്മുടെ ആശാനാ. അതാരാ? സാഗർ ഏലിയാസ് ജാക്കി. എനിക്ക് നാണം വരുന്നു. Friends, Romans and countrymen, my dear Pamuja, let me hear ya. എന്നെ കൊണ്ട് സിറിഞ്ച് അടിപ്പിക്കും. കുത്തിവെപ്പ് വേണ്ടേ? ഡാടാ ഇന്ന് എന്നതാ കഴിക്കാൻ? പറയട്ടെ, നല്ല പനങ്കള്ളും അസലും മുയലിറച്ചി. എടാ എന്നെ ഒന്ന് തുറന്നുവിടറാ. ഇംഗ്ലീഷിലൊരു പ്രസംഗം പറയാമെങ്കിൽ തുറന്നു വിടാം. പോടാ. വെറുതെ നീയൊന്നും ഗതി പിടിക്കണ്ടടാ.
മോനെ ജോയ് ഊരിനോട് കൂത്തറ. ഇതുവരെ ആരും മോനെ ജോയിന്ന് വിളിച്ചിട്ടില്ല. എനിക്ക് കരച്ചിൽ വരുന്ന ബാബു സാറേ. എനിക്ക് അതെന്നാത്തിനാ? അതല്ല, എല്ലാരും എന്നെ സാറേന്ന് വിളിക്കുമ്പോ അവന്മാര് മനസ്സിൽ ഒരക്ഷരം മാറ്റി വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നാറ്. പക്ഷെ നീ എന്നെ ബാബു സാറേന്ന് വിളിക്കുമ്പോ ഒരു പ്രത്യേക ഇതാ. അടി സാറേ. മോനെ പറ സാറേ. നമുക്കിവിടുന്ന് ചാടാം, എന്നിട്ട് വീട്ടിൽ പോവാം. ചെല്ലുമ്പോ കാത്തിരിക്കാൻ ആരെങ്കിലും ഉള്ള സ്ഥലത്തിനല്ലേ സാറേ വീടെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോ എനിക്ക് വീടില്ല. നീ എൻ്റെ കൂടെ വരുന്നോ? എടോ, നീ ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു വെക്കുന്നു? കണ്ണൂര് തെണ്ടജയിലെ ആൾക്കാർ ഫ്രിഡ്ജും കമ്പ്യൂട്ടറും വരെ ആസനത്തിൽ വെക്കുന്നു. പിന്നാണോ സാറേ ഒരു മൊബൈൽ ഫോൺ? സഞ്ജീവനിയുടെ അഡിക്ഷൻ സെന്റർ. കാവൽക്കാരാ എന്നാ ഈ കേബിളിന്റെ ഓഫീസിൽ നിന്നാ സെറ്റപ്പ് ബോക്സ് ശരിയാക്കാൻ പറഞ്ഞിട്ട് വന്നാ. വേഗം തുറക്ക്. കണക്കനുണ്ട്. അയ്യോ അയ്യോ, ഈ കാലവാടനെ കൊല്ലാൻ വരുന്നത്. ഇവനെ തല്ലിക്കൊല്ലേ. അയ്യോ നീ പോടാ. എടാ നിന്നോടാ പറഞ്ഞു താഴോട്ടിറങ്ങാൻ. നീ പോടാ പട്ടി. എനിക്ക് വട്ടാടാ. ഞാൻ ഈ കമ്പിയെ കയറി പിടിക്കും. എടാ ഇങ്ങോട്ട് ഇറങ്ങാൻ. നീ പോടാ. വിളക്കൂതി രാജൻ പണി തുടങ്ങി. അച്ചു എന്നതാടാ ഒരു വട്ടം പോസ്റ്റേക്കറി കമ്പിയെ പിടിക്കാൻ നിൽക്കുവച്ചോ. ഓടി വാ. പോസ്റ്റേക്കറി കമ്പിയെ പിടിച്ചോളൂ. സാറേ അന്ന് ആ കസേരയിലോട്ട് വെച്ച ചവിട്ട് ഇന്ന് ഈ പൂട്ടിനൊന്ന് കൊടുത്തേ. കൊടു സാറേ. എടാ ആരാടാ നീ? താഴെ ഇറങ്ങടാ. ഞാൻ ഇൻസമാമുൽ ഹക്ക്. എനിക്ക് വട്ടാടോ. ഞാൻ ഈ കമ്പിയെ കയറി പിടിക്കും. ഇൻസമാവുള്ളക്കോ. എടാ താഴെ ഇറങ്ങാൻ. നീ മര്യാദക്ക് ഇറങ്ങുന്നുണ്ടോ? എനിക്ക് മര്യാദ തിരി കുറവാ. താൻ കൊണ്ടേ കേസ് കൊടുക്ക്. സാർ ചെല്ല്, ഞാൻ വന്നോളാം. നീ നിങ്ങോട്ടാ? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടേ എന്നെ നോക്കണ്ട. സാർ വിട്ടോ. ഇംഗ്ലീഷിൽ പ്രസംഗം ഒന്നും പറയണ്ട കേട്ടോ. ഞാൻ പുറകിലത്തെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ചേട്ടൻ അതുവഴി പോയിക്കോ. നിനക്ക് എന്നാ വേണ്ട? ഇറങ്ങാൻ. എനിക്കൊരു താരാട്ട് പാട്ട് പാടി തരോ അച്ഛാ? താരാട്ടുപാട്ട് ഞാൻ നല്ലോണം പാടച്ചോ. അടിച്ചാലുണ്ടല്ലോ. പോയി ഏണി എടുത്തോണ്ട് വേണം. പോയി ഏണി എടുത്തോണ്ട് വാ. ആ മര്യാദക്ക് ഇറങ്ങാൻ. അവൻ കാറി കയറി പോകുന്നു. കണ്ടോടോ കാട്ടുപാക്കാരച്ച എന്റെ പിള്ളേര് കാർ എടുത്തോണ്ട് പോണത്. പോയി പിടിയടാ. ബാബു സാറേ, ഞാൻ എത്തി. കേറിക്കോളാ. പുറകെങ്ങാനും വന്നോണ്ടല്ലോ നിനക്കൊക്കെ ഇട്ട് ഇടിയുടെ പെരുന്നാളായിരിക്കും. നമുക്ക് സ്വപ്പം മൂത്ര ചികിത്സ ആയാലോ? നീ ഒഴിയടാ മോനെ ജോയ്.